അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം വിചാരിക്കണേ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക. പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് മറക്കലിട്ടാ. അപ്പോൾ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും സപ്പോർട്ട് ചെയ്തിട്ടാ. 8ാമത്തെ നോമ്പായി. അപ്പോൾ അതിന് കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പം ഇനി വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ജോലി കഴിഞ്ഞാൽ വീട്ടിലെത്തി. അപ്പോൾ ഇവിടെ റാഷിദൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ദോശയല്ലേ ദോശ. അപ്പോൾ 8ാം നോമ്പിന് ദോശയാണ്. അപ്പോൾ അതാ ഇവിടെ ചൂട് തുടങ്ങി കിട്ടാ. ചട്ടകൾ ചൂടായിക്കണ്. അവിടെ കുറച്ച് റെഡി ആയിക്കണതാ, ചുട്ടുകൊണ്ടിരിക്കണം. കറി എന്താ സ്പെഷ്യൽ കറി ഉണ്ടാക്കണം. അപ്പോൾ ദോശയാണ് ആദ്യം ചുട്ടുന്നത്. ഞാൻ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കട്ടാ. ഇവിടെ കുറച്ച് റെഡി ആയിക്കണേ. അപ്പം ഇന്നത്തെ ദോശ വരുമ്പോക്ക് ചുട്ടെടുക്കാനായി ഉണ്ടാക്കി വെച്ചാല് പിന്നെ കറി ഉണ്ടാക്കിയാൽ മതി. ആയിക്കോട്ടെ. അപ്പോൾ ദോശക്ക് ചുട്ട് കഴിഞ്ഞില്ലേ? ആ, ദോശക്ക് ചുട്ട് കഴിഞ്ഞ്. അപ്പം എന്താ കറിയൊക്കെ? കോഴിമുട്ട. കോഴിമുട്ട കറിയാണ്. അപ്പോൾ അതിന്റെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പുറത്ത് കോഴിമുട്ട കോഴിമുട്ട വീങ്ങീണ്. പൊടികളൊക്കെ ഇട്ട് തളിച്ചിട്ടുണ്ട്. തേങ്ങ അരച്ച് വരാം. വേറെ റെഡിയാ? തേങ്ങ അരച്ചിക്കണ്. അപ്പം തേങ്ങ അരച്ച കോഴിമുട്ട കറി ഇട്ടെന്ന് ദോശയും കോഴിമുട്ട തൊലിച്ചിട്ട് നമ്മളെ കറി ഇതാ നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട്. മസാല ഒക്കെ പിടിച്ച് സെറ്റായിക്കണ്. ഇനിയിപ്പോൾ നമ്മൾ കോഴിമുട്ട തൊലിച്ചിട്ടാ. തൊലിച്ചനെ കിട്ടുകൊടുക്കല്ലേ? ആ, വെള്ളത്തിലിട്ട് വെച്ചേന് വേഗം തൊലിക്കാൻ കിട്ടും. വാർന്നാൽ ഇട്ടാൽ മതി. മസാലയ്ക്ക് പിടിച്ചല്ല അതിന്റെ കത്തിയോണ്ടേ. ഇപ്പൊ നമ്മള് മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കണേ. കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇനി ചെറിയൊരു തീയിൽ വെച്ചിട്ട് അത് സെറ്റാക്കാം. തളിച്ചോട്ടെ. ചെറിയ തീയിലാണ് സെറ്റാക്കാം. എന്നിട്ട് കോഴിമുട്ട നൈമാരെ വില വെച്ചുകാണ്ട് ഇട്ടുകൊടുക്കാം. ഉണ്ടെങ്കിലല്ല ഞാൻ കോഴിമുട്ട ഇട്ടെടുക്കാം. അപ്പോൾ ശരിയാവും. മസാല ഒക്കെ പിടിച്ചു. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നമ്മളെ തേങ്ങ അരച്ചേക്ക് ചേർത്ത് കൊടുത്തിട്ടാ കറിക്ക്. കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഞാൻ കോഴിമുട്ട വരെ വേറെ ഇട്ടേക്കണ്. അങ്ങനെ കോഴിമുട്ടയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ അപ്പുറത്ത് കുട്ടികളെ കളിച്ചിട്ടുണ്ടോ? പുറത്ത് കുട്ടികളെ അപ്പുറത്തെ റൂമത്തെ കുട്ടികളൊക്കെ അവിടെ കളിക്കുന്നുണ്ട്. ആണ് ഒച്ചപ്പാടവിടെ. നമ്മളെ കറിയൊക്കെ തിളച്ച് സെറ്റായിട്ടുണ്ട്. കോഴിമുട്ടൊക്കെ ഇട്ട് കൊടുത്തില്ലേ? കോഴിമുട്ട കെട്ട് ഇപ്പൊ കിട്ടിയില്ലേ? ഇനി തൂമ്പിച്ചെടുക്കാം. ചീരുള്ളി കരിവേപ്പിൻ്റെ എടുത്തിട്ട് തൂമ്പിച്ചെടുക്കാം. ഒരു 5 മിനിറ്റാണ് മൂടി വെക്ക്. അപ്പൊ നമ്മള് വത്തക്ക കട്ട് ചെയ്യാട്ടാ. വത്തക്ക കട്ട് ചെയ്തേക്ക്. ചെറുതാക്കി കട്ട് ചെയ്യാം. വത്തക്ക മുറിച്ചോട്ടെ. ഒറ്റ കത്തിയോടെ ഒരു കത്തി അതോടെ എന്തോ ആയിക്കോട്ടെ. കഷ്ണം വെട്ടി കൂടി. ചെറുതാക്കി കട്ട് ചെയ്യട്ടെ. നല്ല പൊടിയിലത്തേക്കാണ് കട്ട് ചെയ്ത് കൊടുക്കും. ഈ തരിതരിയിലത്തേക്കാണ് മധുരം ഉണ്ടാകുക. നെൽക്കത്ത് മധുരം ഉണ്ടല്ലോ. നമ്മള് ഇങ്ങനെ കഷ്ണം മുറിച്ചാലായിരുന്നു. കഷ്ണം വെട്ടിയിട്ട് വത്തക്ക വേണം.
ഇപ്പോൾ വത്തക്കൻ്റെ സീസണാണ്. മാങ്ങ പാലായിട്ട് മാങ്ങ ഇറങ്ങി മുന്തിരി. അപ്പം അങ്ങനെ വത്ത കട്ട് ചെയ്തു. അപ്പം ഇത് സ്പെഷ്യലായിട്ട് നമ്മളെ തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമായിട്ട് തരിക്കഞ്ഞി പണ്ടേ ഉള്ളതല്ലേ. അപ്പോൾ തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താ ഒഴിച്ചു കൊടുക്കാൻ? എന്താ പാല് കലക്കി. അപ്പോൾ അണ്ടി മുന്തിരി ഏലക്കായ കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ സ്പെഷ്യൽ തരിക്കഞ്ഞിട്ടാ. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കി. സംഭവം നല്ല ചൂടത്ത് നല്ല സാധനമാണ്. അപ്പോൾ നമ്മൾ നെയ്യിൽ തൂമ്പിക്കല്ലേ. ചീരുള്ളി ഇട്ടെടുത്ത് ഞണ്ട് മുന്തിരി തൂമ്പിച്ചിട്ട് വാരം. കറിയുണ്ട് തൂമ്പിക്കാന്. തൂമ്പിച്ചിട്ട് ആ ചട്ടി തന്നെ തൂമ്പിക്കാം. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞി തൂമ്പിക്കാൻ പോവാണ് അല്ലേ. തൂമ്പിച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യിലതാ തൂമ്പിച്ച് കിട്ടാം. എടുത്തിട്ടുണ്ട്. കുട്ടാടെ കൂക്കുണ്ട് അവിടെ കളിക്കാണ്. പിന്നെ അടുത്ത കറി തൂമ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. കരിയപ്പം ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. കറി തൂമ്പിച്ച് അങ്ങനെ മുട്ടക്കറി തൂമ്പിച്ചിട്ടോ. മുട്ടക്കറി ഇപ്പോൾ വെള്ളമൊക്കെ കലക്കിട്ടോ മിക്സിയിൽ കുറച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കലക്കിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. ഐസിടല്ലേ. തണുത്ത വെള്ളം. ഓക്കെ സെറ്റായി. ഇനി ഐസിടാം. ഇപ്പോൾ ജ്യൂസൊക്കെ അടിച്ചു. ഐസിട്ട് ഇനി കുറച്ച് പിടിച്ചു വെക്കട്ടോ. മൂടി വെക്കാം. മൂടി വെക്കട്ടെ. ഉള്ളി കട്ട് ചെയ്യാം. പിന്നെ മസാലക്കുള്ള ഉള്ളി വെട്ടാണ്. കോഴിമുട്ട പിങ്ങി വെച്ചിട്ടുണ്ട്. മസാല ആക്കിയാണ്ട് സ്പെഷ്യൽ ഒരു പൊരി ഉണ്ടാക്കാൻ പോവാണ്. അതിൻ്റെ മുന്നേ നമ്മൾ ഉള്ളി കട്ടിങ് ആക്കാം. പട്ടക്കത്തിൻ്റെ പട്ടക്കത്തി നമ്മൾ കാണാനില്ല. എവിടെ നോക്കണം. എവിടെയെങ്കിലും ഉണ്ടാവും. ഇവിടെ നല്ലാക്കി ഉള്ളി വെട്ടും. ഉള്ളി വെട്ടിയിട്ട് വാട്ടി എടുക്കാം. ഒന്ന് സ്പെഷ്യലായിട്ട് മുട്ട ഇതൊരു പൊരി ഉണ്ടാക്കുന്നു കേട്ടോ. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. മസാല ഉള്ളി വാട്ടിക്കൊണ്ട് വെക്കുകയാണ്. ഉപ്പ് മഞ്ഞപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ടല്ലേ. മഞ്ഞപ്പൊടി ഇട്ടിട്ടുള്ളൂ. അങ്ങനെ മസാല ഏകദേശം റെഡി ആട്ടെ. അപ്പോൾ നമ്മുടെ മുട്ട ഇവിടെ തൊലിച്ചേക്കട്ടത്. മുട്ട അപ്പോൾ നമ്മുടെ മസാല ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇവ മുട്ട കഷ്ണം വെട്ടുന്നുണ്ട് മുറിച്ചിട്ടാ. സമൂസന്റെ ഓയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഒട്ടിക്കാനുള്ള റെഡി ആക്കിയാണ് ഉണ്ടാക്കാം. നമ്മളെ സമൂസ റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്സ് മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ടായിട്ടാണ് നമ്മളിന്ന് പൊരിക്കാനുള്ള പരിപാടി. നമ്മളെ പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒക്കെ ചൂടായിട്ടുണ്ട്. നല്ല ചൂടായിട്ടുണ്ട്. നമ്മളെ പപ്സ് റെഡി ആയിക്കണേ. സ്പെഷ്യൽ പപ്സ് ആക്കാം. റെഡി ആയിക്കണം. നമ്മളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. നോമ്പറക്കാൻ ഒരു ചൂടേ ഉള്ളൂ. അതൊക്കെ പൊരിച്ച് സമൂസയും ജ്യൂസൊക്കെ റെഡിയാണ്. ബാങ്ക് കൊടുക്കുന്നുണ്ട്. ബാങ്ക് കൊടുത്തിട്ടാ നോൽബാർക്ക ബാങ്ക് കൊടുക്കണ്ടതാ. എന്നാ ഇല്ല
എന്നാ ലീനുവിനെന്നാ അവൾ പറഞ്ഞോളെ. വെള്ളം എടുത്തോളി. ഓൾ പറക്കട്ടെ. അപ്പോൾ ബാങ്ക് കൊടുത്ത് നോമ്പ് തുറന്നു. ഞമ്മള് ഫ്രൂട്ട്സ് കഴിക്കട്ടാ. കഴിച്ചോളി. സമൂസ മറ്റേ ലുലുവിനകത്തൊക്കെ ലുലുവിനകത്തൊക്കെ എടുത്തോ. പത്തെടുത്തോളി. കഴിച്ചൂടി. തണുപ്പ് നല്ല മധുരമുണ്ടല്ലേ? മധുരമുണ്ട്. ജ്യൂസ് എടുത്തോളി. ഇതെടുത്തോളി പൊരിക്കടികൾ. ഇതിലെടുത്തോ. കഴിച്ചോളി. അപ്പോൾ നമ്മളെ പപ്സാണ് സ്പെഷ്യൽ പപ്സ്. കടിക്കുമ്പോൾ മരുന്ന് മുട്ട പപ്സാണ്. മസാല നല്ല എണ്ണയൊക്കെ ഉണ്ട്. എണ്ണ ഉണ്ടോ? കഴിച്ചോളി. നാല് അപ്പോൾ കഴിക്കട്ടെ. മിസ് ഉണ്ടല്ലോ. കഴിക്ക. വെള്ളം കുടിച്ചോലോ. നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഭക്ഷണമൊക്കെയുള്ള പരിപാടി കേട്ടോ. ദോശയും നല്ല മുട്ടക്കറി ഉണ്ട്, പൂരി ഉണ്ടാക്കിക്കണ്, പിന്നെ സ്പെഷ്യൽ തരിക്കഞ്ഞുണ്ട്. നമ്മൾ കഴിക്കല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണിത് കേട്ടോ നോമ്പിന്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കല്ലേ? ഇതൊക്കെ ദോശ ഇട്ടുതരാം. കഴിച്ചോളൂ. കറി എടുത്തിട്ടു. പൂരി കഴിക്കണം. കറി എടുത്തോളി. നമ്മൾ കഴിച്ചോളൂ. കഴിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കഴിച്ചോളി. കറി എടുത്തോളി. റാശി എടുത്തോ. എടുത്തോളാം. എന്നോടെ തുടി കഴിച്ചോളി. നല്ല ചായ ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. വെള്ളം കുടിച്ചോ. ഇപ്പൊ തരി കുടിച്ചോളി. നല്ല തണുത്ത വെള്ളം കുടിച്ചോളി. ചൂടല്ലേ? എന്നാ തരിക്കഞ്ഞി ഉണ്ടാക്കി കുടിച്ചോ. കഴിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ എത്ര ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ. അസ്സലാമു അലൈക്കും.